ആരെയും കണ്ടോ? എവിടെയോ കണ്ടിട്ടല്ലോ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല. നമ്മൾ എവിടെ വെച്ചാ കണ്ടേ? അന്നത്തെ ആ ഓഡിഷൻ. ആ, ചോക്ലേറ്റ് ബോയ് അതെ. ഇവിടെ സ്ഥിരം വരാറുണ്ടോ? ഞാൻ മോർണിംഗിൽ ഇങ്ങനെ ഇറങ്ങാറുണ്ട്. ഇപ്പൊ ഒരു ഫ്രണ്ടിനെ കാത്ത് നിൽക്കുക. ആ, എടാ അന്നത്തെ ഓഡീഷന് ശേഷം പിന്നെ വല്ലതും കിട്ടിയോ? അപ്പൊ അറിഞ്ഞില്ലായിരുന്നു? ഡയറക്ടർ സുരേഷ് ചേന്നങ്കരുടെ പുതിയ ചിത്രത്തിൽ ഞാനാ സെക്കൻഡ് ഹീറോ. അതെങ്ങനെ ഒപ്പിച്ചിസ്റ്റേ? അതൊക്കെ കിട്ടി. ലക്കെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സത്യടാ, ഭാഗ്യവാനാ നീ. അങ്ങേരുടെയൊക്കെ പടത്തിൽ ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞാ യോഗം തന്നെ. അളിയ നിന്നോടായതുകൊണ്ട് സത്യം പറയാമല്ലോ, എനിക്ക് അതിന് മാത്രം ടാലന്റ് ഒന്നും ഇല്ല. പക്ഷെ എനിക്ക് വിശ്വാസമുള്ള ഒരു ആസ്ട്രോളജർ ഉണ്ട്. അദ്ദേഹം ഈ വർഷം തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്ന ഞാൻ സിനിമയിലെത്തുമെന്ന്. എനിക്ക് വിശ്വാസമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ വിശ്വാസമായി. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു തുടക്കമാണെന്നാണ്. ഇനിയൊരു റോബി തരംഗം തന്നെ വരുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഡിക്ഷൻ. പുള്ളിയിൽ നിന്ന് കാണാൻ പറ്റുമോ? വൈ നോട്ട്? ജയദാസൻ നായയുടെ പേര് ഒന്ന് ചെന്ന് കാണുക, പിന്നെ രക്ഷപ്പെടുക. ഇതാണ് അദ്ദേഹത്തെ കാണുന്നവരുടെ ഒക്കെ അവസ്ഥ. നമുക്ക് പോയി കാണാം. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, കൃത്യമായൊരു സ്ഥലം അദ്ദേഹത്തിനില്ല. അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എത്രയും പെട്ടെന്ന് ആസ്ട്രോളജറെ കാണണം. നീ എന്നെ സഹായിക്കില്ലേ? പക്ഷെ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വരും, അവനെ കണ്ടിട്ട് പോ. എന്താ? കൊച്ചിക്കാരനാണെങ്കിൽ പോസ്റ്റ് ഉറപ്പാ. സ്ട്രീറ്റ് ലൈഫ് അഥവാ തെരുവിലെ ജീവിതങ്ങളുടെ ഒരു ആർട്ടിക്കിളാണ് നമ്മുടെ അടുത്ത എഡിഷനിലെ മെയിൻ കണ്ടന്റ്. വലിയ ഫ്ലാറ്റ് കെട്ടി ജീവിക്കുന്നവരെക്കാൾ വളരെ സന്തോഷമായി ജീവിക്കുന്ന ആൾക്കാരാണ് തെരുവിലെ താമസക്കാർ. നിങ്ങളിൽ ആരെങ്കിലും സ്ട്രീറ്റ് ലൈഫ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടോണി? ഇല്ല മാഡം. അനു? യെസ് മാം. ഗ്രേറ്റ്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് അസൈൻമെന്റ്. ഓ, സ്ട്രീറ്റ് ലൈഫ് ഇൻ കൊച്ചി. നമ്മുടെ കഴിഞ്ഞ എഡിഷൻ ട്രാഫിക് ബ്ലോക്കുകളെ കുറിച്ചായിരുന്നു. ആ ടോപ്പിക്കിന് നമുക്ക് നല്ല കവറേജ് കിട്ടിയിരുന്നു. ഇതിനതിലും കൂടുതൽ കവറേജ് കിട്ടണം. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഫോട്ടോയിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരു ഫോട്ടോ ആയിരിക്കും വരുന്ന എഡിഷന്റെ കവർ പേജ്. സോ ഗൈസ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. പുതിയതായി ജോയിൻ ചെയ്ത ഒരാൾക്ക് ഇത്രയും ടഫായിട്ടുള്ളൊരു അസൈൻമെന്റ് കൊടുക്കുക കഷ്ടമായിപ്പോയി. അതെന്താ? ബിക്കോസ് ഇത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. നീ ഇപ്പൊ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. ഇതിപ്പോ എങ്ങനെയാ സ്കിപ്പ് ആവുക? സ്കിപ്പ് ആവൊന്നും വേണ്ട. സ്കിപ്പ് ആവാനല്ലോ നീ ജോബിൽ ജോയിൻ ചെയ്തത്. ട്രൈ ഡൂയിങ് സംതിങ്. എന്തെങ്കിലുമൊക്കെ ആ പ്രസന്റേഷനിൽ കൊണ്ട് കൊടുക്കാം. ചുമ്മാ ഒന്നും ചെയ്യാൻ ടോണി കിട്ടത്തില്ല. ടോണി ചെയ്യുമ്പോ അതിനൊരു മിനിമം റേഞ്ചെങ്കിലും ഉണ്ടാവും. ഓവർ കോൺഫിഡൻസ് വേണ്ട. ദേ, ഈ റിയൽ ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നുണ്ടല്ലോ, വളരെ ടഫാണ്. ക്യാമറയായിട്ട് ഇറങ്ങുമ്പോൾ അറിയാൻ പറ്റും. നിന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് പോലും ഇത് പറ്റുന്നില്ല. പിന്നെയാ നിന്റെ ഒരു മിനിമം റേഞ്ച് ആണല്ലോ. എന്നാ നോക്കാം. നീ അത്രയ്ക്ക് സ്മാർട്ട് ആണെങ്കിൽ ശരി, എനിക്കതൊന്ന് കാണണം. അപ്പൊ ശരി. ബെറ്റ്. എന്താ ബെറ്റ്? എന്ത് പറ്റ്? അന്ന് ആനന്ദിന്റെ നടി കൊണ്ടതേ ഞാൻ ഇന്നും മറന്നിട്ടില്ല. എങ്കിൽ നീ നോക്കിക്കോ. ഞാൻ എടുക്കുന്ന ഫോട്ടോ ആയിരിക്കും അടുത്ത മാഗസിൻ എഡിഷനിലെ കവർ പേജ് ഫോട്ടോ. ഓക്കെ, ഞാനത് ഉറപ്പിച്ചു. ഇനി റീന മാം കൂടി അത് ഉറപ്പിച്ചാ മതിയായിരുന്നു. നിന്ന് വാച കടിക്കാണ്ട് പോയി ഫോട്ടോ എടുക്കാൻ നോക്കടാ. നീ നോക്കിക്കോ. റെഡ് സ്ട്രീറ്റിൽ പോയിട്ടാണെങ്കിൽ സ്ട്രീറ്റിന്റെ ഫോട്ടോ എടുത്തോണ്ട് ടോണി വരത്തുള്ളൂ. അതിന്റെ സ്ട്രീറ്റിൽ കിടക്കേണ്ടി വന്നാൽ നമുക്ക് കാണാം. കാണാം. ആനന്ദ്, നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അദ്ദേഹം. വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരാളാണ്. തികഞ്ഞ ഒരു ജീനിയസ്. കാണാൻ കൊതിയാവുക. പിന്നെ ഒരു കാര്യം പറയാം, സംസാരിക്കുമ്പോൾ നല്ല റെസ്പെക്ട് വേണം. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ഓവർ ആക്കല്ലേ. വാ വാ. ഇരിക്കുന്നടാ സ്വാമി. സാർ, സാർ, ഞാനാണ് സാർ റോബി. നീ വന്നോ? ഇതാരാ? ഇതെന്റെ സുഹൃത്താ ആനന്ദ്. പരസ്യത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയെ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് പേരെ കണ്ടു, പക്ഷെ ഇതുവരെ ഒന്നും ആയില്ല. സാറ് തന്നെ ഒന്ന് സഹായിക്കണം. എന്താ സാറ്? സ്റ്റാറ് പറഞ്ഞു കൊടുക്കും. പുണർദം. ഞാൻ അതല്ല ചോദിച്ചു, എന്താ എന്റെ സാറെന്ന് വിളിച്ചതെന്ന്. എനിക്കതൊന്നും ഇഷ്ടമല്ല. അയ്യോ, ഒരു അബദ്ധം പറ്റിയതാ. അങ്ങ് നമ്മോട് പൊറുക്കണം. ഇതാണോ നിന്റെ സംസാര ഭാഷ? ഇങ്ങനെ രാജപാട്ട് രീതിയിലാണോ നിങ്ങൾ എല്ലാവരോടും സംസാരിക്കുന്നത്? വെറുതെ അല്ല നീ ഒന്നും രക്ഷപ്പെടാത്തത്. അയ്യോ, അവൻ അങ്ങേ ബഹുമാനിച്ച് വർണ്ണിച്ചതാണ്. അത് പോട്ടെ. ദേ,
ഞാനൊരു ജോത്സ്യനല്ല. എനിക്ക് കവടി നിരത്താനോ ഹോമം ചെയ്യാനോ ഒന്നും അറിയില്ല. പിന്നെ ചിലതുള്ളത് ഞാനങ്ങ് പറയും. നിന്നെയൊക്കെ നാളെ സിനിമയിൽ എത്തിക്കാമെന്നോ അങ്ങോട്ട് എത്തിച്ചു തന്നേക്കാമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നീ രക്ഷപ്പെടും. ഇവനെ പോലെ ആയിക്കോട്ടെ. എനർജീസ് അതിന്റെ വികിരണവും ആകിരണവും അനുസരിച്ചായിരിക്കും ഞാൻ പറയുന്നതൊക്കെ. എല്ലാവരുടെയും ജീവിതത്തിൽ കൃത്യമായ ഒരാൾ തീർച്ചയായും വന്നെത്തും. അയാളുടെ ഉപദേശമാവാം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറുന്നത്. വഴിത്തിരിവാ? ആനന്ദിന് എന്നിൽ വിശ്വാസമുണ്ട് അല്ലേ? പിന്നെ സത്യമായിട്ടും എനിക്ക് ഭയങ്കര വിശ്വാസമായി. എവിടെയാ നിന്റെ നാട്? കോഴിക്കോട്. അല്ല, ഈ കൃത്യമായിട്ട് എന്റെ ജീവിതത്തിലേക്ക് വരുന്ന ആള് എപ്പോ വരുന്ന പറയാൻ പറ്റുമോ? എടോ, ഞാൻ തന്നെയാണോ ആ ആള്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ക്ഷമിക്കണം. അങ്ങ് പറഞ്ഞോ, എന്ത് വേണേ പറഞ്ഞോ. ലോഞ്ച് ഒക്കെ ഫുൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ഗ്രൂപ്പ് വരുമ്പോൾ ഡിലേ ആവരുത്. ഡെലിവറി ഒക്കെ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ ഡാ ജോണി, ഡാ എന്താടാ ഭയങ്കര ആലോചനയിലാണല്ലോ. പുതിയ വല്ല ഗേൾ ഫ്രണ്ട്സിനെ കമ്പനി അടിക്കാൻ വല്ല ആലോചിക്കുവാണോ? നീ പൊടി കടന്നു. ഏത് നേരവും ഗേൾ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞോണ്ട് പുറകെ കിടപ്പാ. ആർക്കെങ്കിലും വല്ല പണിയും കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമായിരിക്കും. അതേടാ നിനക്കിട്ടാ തരട്ടെ? അയ്യോ വേണ്ട, കോഫി ഷോപ്പിലെ പണി തന്നെ ധാരാളം. എന്താടാ എന്താ ടെൻഷൻ? പുതിയ അസൈൻമെന്റ് കിട്ടി. സ്ട്രീറ്റ് ലൈഫാ തീം. എന്ത് ഫോട്ടോ എടുക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അത്രേ ഉള്ള ഈ റോഡ് സൈഡിലൊക്കെ ടെന്റ് ഒക്കെ കെട്ടി താമസിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ എടുക്കണം. അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഞാനും അതൊക്കെ ആലോചിച്ചതാ. പക്ഷെ അതൊക്കെ അനു എടുക്കും. അതിനെന്താ നിങ്ങൾ ഒരുമിച്ചല്ലേ ഫോട്ടോസ് എടുക്കുന്നേ? അതാ ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് അസൈൻമെന്റ് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല സെലക്ട് ആകുന്ന ഫോട്ടോ മാഗസീന്റെ അടുത്ത എഡിഷനിലെ കവർ പേജാ. ഇപ്പൊ അതും പറഞ്ഞ് അവളെ വെല്ലുവിളിച്ച് ബെറ്റും വെച്ച് കാണും. ഇപ്പൊ ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. അതല്ലേ സിറ്റുവേഷൻ. എടാ ആ ആനന്ദ് ഇത്രയും തല്ലു തല്ലിട്ട് നിനക്ക് ഈ ബെറ്റ് വെക്കുന്ന ശീലം മാറിയില്ലേ? അതിപ്പോ എന്തായാലും വെച്ചുപോയി. നീ ഫോട്ടോ എടുക്കാനുള്ള ഐഡിയ പറ. വലിയ ഫോട്ടോഗ്രാഫർ ഒന്നല്ല ഞാൻ, എന്നാലും ആലോചിക്കട്ടെ. മാഡം, ആ ലോഞ്ചിലെ ബൾബ് ഫീസായി, വേർന്ന് വാങ്ങണം. മെനിഞ്ഞാന്നല്ലേ പുതിയത് വാങ്ങിച്ചത്? നീ എവിടെന്നാ വാങ്ങിച്ചേ? ഞാൻ ആ ഫ്രണ്ട്സ് നഗറിൽ നിന്ന്. ആ വാങ്ങിച്ചതിന്റെ കൂട്ടത്തില് ബില്ലിന്റെ കൂടെ ഡേറ്റും ഇല്ലേ? നീ പെട്ടെന്ന് ചെല്ലേ പോയി മാറ്റി വാങ്ങിച്ചിട്ട് വാ. മാഡത്തിന് കോഫി ഷോപ്പിൽ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലല്ലോ. ഇനിയിപ്പോ ഈ ട്രാഫിക് ബ്ലോക്കിൽ പോയി കഴിഞ്ഞാൽ 1.5 മണിക്കൂറെങ്കിലും എടുക്കും. എന്നാ നീ പോണ്ട, ഞാൻ ഇവനെ വിട്ടോളാം. എടാ ടോണി, എനിക്കങ്ങനെ പറ്റില്ല. ഇപ്പോ പട്ടാപ്പാലത്തിനെ ബൾബ്. എടാ ലോഞ്ചിലൊരു ഗ്രൂപ്പ് വരുന്നുണ്ട്, അതാ പ്ലീസ്. ഛേ, ഇത് കഷ്ടമാണെന്ന് നോക്കിയേ. മനുഷ്യൻ സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കാനും വിടില്ല. അതിന് ഇവിടെ നിന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാൻ അത് കടം കഥയൊന്നുമല്ലല്ലോ. ചെല് പുറത്തിറങ്ങി 4 സ്ഥലങ്ങളൊക്കെ കണ്ട് റൗണ്ട് അടിക്കുക. അപ്പൊ കിട്ടും ഐഡിയ. അതിന്റെ കൂട്ടത്തില്ലേ ആ ബൾബും കൂടെ വാങ്ങിച്ചേക്ക്. ഓ കട എന്ന് പറ. ഇനി ബില്ല് അങ്ങനെ എന്തെങ്കിലും കുന്ത്രാണ്ടം ഉണ്ടെങ്കിൽ സുനിലേ ആ ബില്ലൊക്കെ കൊടുത്തിട്ട് ആ വഴിയൊക്കെ നേരെ പറഞ്ഞു കൊടുക്ക്. ആ ഫ്രണ്ട്സ് നഗറിലെ കോളനി ഇല്ലേ, കുറെ വേസ്റ്റ് ഇട്ടിരിക്കുന്ന സ്ഥലങ്ങള്, അവിടുന്ന് ഇടത്തോട്ട് തിരിയണം. അവിടെ കുറെ ആൾക്കാർ ടെന്റ് കെട്ടി സിമെന്റ് പൈപ്പിനുള്ളിൽ താമസിക്കണല്ലേ, അതിന്റെ അടുത്ത ഈ കട. ദാ ബില്ല്. പെട്ടെന്ന് കൊണ്ടുവരണേടാ. സിമന്റ് പൈപ്പിനകത്ത് എന്താന്ന്? കർത്താവേ, എനിക്കുള്ള ഫോട്ടോ തരണേ. ആനന്ദ് ഇതുവരെ പോയ വഴിയൊന്നും ശരിയല്ല. വഴി കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടുള്ള വഴിയല്ല. പിന്നെ ഇപ്പോൾ ആനന്ദ് എത്തിപ്പെട്ടിരിക്കുന്നത് നല്ല സ്ഥലത്താ. ഉത്തരവാദിത്വവും ആനന്ദിനോട് വാത്സല്യവും ഉള്ള ഒരാളുടെ സംരക്ഷണയിലാണ് താനിപ്പോൾ. അയ്യോ, വളരെ ശരിയാ. റോയ്ച്ചനത്. എന്താ റോയ്ച്ചൻ. റോയ്ച്ചൻ? എടോ, അതുകൂടാതെ മറ്റൊരാൾ കൂടി തന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. ആരത്? അത് പറയാം. അതിനു മുമ്പേ എനിക്കൊരു കാര്യം അറിയണം. പ്രണയമുണ്ടോ? പ്രണയമുണ്ട്, പക്ഷെ ഞാനത് എങ്ങനെയാ പറയാ? ചോദിച്ച ചോദ്യത്തിന് എന്ത് ഉത്തരം വേണമെങ്കിലും പറയാം. എന്റെ കയ്യിൽ ഓപ്ഷൻസ് ഒന്നുമില്ല. ഉണ്ട്, പക്ഷെ അത് ആ കുട്ടിക്ക് അറിയില്ല. അറിയില്ല? ആ കുട്ടിക്ക് അത് അറിയില്ല. ആനന്ദ് അത് പറയേയില്ല. ഈ പുണർദങ്കാർക്ക് അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? പുണർദങ്കാർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ തൻ്റെ ഇടം ഇല്ലാത്ത ആണുങ്ങൾക്ക് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. വിഷമിക്കേണ്ട, എല്ലാവരെയും ഒരുപോലെ കാണുക. ഞാൻ ഉദ്ദേശിച്ചത് താനുമായി സമ്പർക്കം പുലർത്തുന്ന പെൺകുട്ടികളെ കുറിച്ചാണ്. സമയമാകുമ്പോൾ അവൾ മറ നീക്കി പുറത്തേക്ക് വരും. അതെന്താ അവള് ഒളിച്ചിരിക്കുക? കുളിച്ചിരിക്കണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ആ പെൺകുട്ടിയാണ് തന്റെ യോഗം.
അവൾ തന്റെ കൂടെ വന്നാൽ നാളെ താൻ രക്ഷപ്പെടും. ഹാ. ഒരു കണക്കിന് കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാർക്കാണ് നല്ല നടനാകാനുള്ള സാധ്യത കൂടുതൽ. അവളാരാ? എപ്പോ വരും? ഓ, വൈകിട്ട് 5:30 ജനശതാബ്ദിക്ക്. ഇടോ, അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആനന്ദേ, പെൺകുട്ടി പല രീതിയിലും തനിക്ക് പരിചയമുള്ളതാകാം. ഏതായാലും തന്റെ യഥാർത്ഥ പെൺകുട്ടി അതിൻ്റെതായ സിഗ്നൽ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കൽ നിങ്ങൾ അവളെ കണ്ടെത്തും. അപ്പോ നമുക്ക് കാണാം. ഇനിയിപ്പോ എവിടുന്നാ? എപ്പോ കാണും? നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കും. പോരെ? മതി. എന്റെ അടുത്ത് കാശൊന്നും ഇല്ലല്ലോ. എനിക്കൊന്നും വേണ്ട. ദക്ഷിണ വാങ്ങാൻ ഞാൻ ജോത്സ്യനല്ല എന്ന് ആദ്യമേ പറഞ്ഞു. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇനി പറഞ്ഞോ? ഈ സാറിനെങ്കിലും വെറുപ്പിക്കാതെ നോക്കണം. എന്റെ നാരായണ. ഹാ ടോണി, ആ നീ ഇവിടെ ഇരിക്കുകയാണോ? കാണടാ കാണാ. നോക്കിയേ, സൂപ്പർ അല്ലേ? ദേ ഇത് നോക്ക്, ലൈറ്റിംഗ് ഒക്കെ കണ്ടില്ലേ? ഇനി നിന്റെ കാണിക്കേ. എന്ത് പറ്റിയടാ, നീ ഫോട്ടോ ഒന്നും എടുത്തില്ലേ? നീ എത്ര എണ്ണം എടുത്തു? ഞാനൊരു 10-55 എടുത്തു. നീയോ? ഒന്നോ? ഒന്ന്. തമാശ പറയല്ലേ, സീരിയസ്ലി? എടാ നീ ഇത് എന്ത് പണിയാടാ കാണിച്ചേ? മിനിമം ഒരു 50 ഫോട്ടോ എങ്കിലും എടുക്കണ്ടേ? അതിനെല്ലാം കാണണ്ടേ കൊച്ചിയിൽ എടുക്കാൻ? ഈ പറയുന്ന സ്ട്രീറ്റ് ലൈഫ് ഒന്നും ഞാനിവിടെ കണ്ടില്ല. ഫ്ലാറ്റുകളാണെങ്കിൽ ആവശ്യത്തിലധികം ഉണ്ട്. ഫ്ലാറ്റുകളുടെ ഫോട്ടോ എടുക്കാനാണ് ഈ ക്യാമറയിലെ കാട് പോലും തികയത്തില്ല. എന്ന് പറഞ്ഞ് നീ ഈ ഒരു ഫോട്ടോ ആയിട്ട് അങ്ങോട്ട് ചെന്നാലേ മാമിന് നിന്നെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ വളരെ ബാഡ് ആയിരിക്കും. ഫസ്റ്റ് ഇംപ്രഷൻ ആണേലും ലാസ്റ്റ് മൂവ്മെന്റ് ആണേലും ഒരാൾക്ക് അയാളുടെ കയ്യിലുള്ളതേ കാണിക്കാൻ പറ്റൂ. ഞാനിത് കാണിക്കും, അത്ര തന്നെ. പക്ഷെ ഈ ജോലി വേണമെന്നുള്ളത് നിന്റെ ആവശ്യമാണ്, അല്ലാണ്ട് അവരുടെ ആവശ്യമില്ല. അത് നീ മറക്കരുത്. മറന്നിട്ടൊന്നുമല്ല, എൻ്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട്, ഞാനത് കാണിക്കും. ഒരാൾക്കുള്ള ടാലന്റ് അല്ലേ കാണിക്കാൻ പറ്റൂ. എടാ നിനക്ക് ടാലന്റ് ഉണ്ട്, നീ മിനിമം ഒരു 15 ഫോട്ടോ എങ്കിലും എടുക്കണമായിരുന്നു. നിന്റെ ഫോട്ടോഗ്രാഫിയോടുള്ള പാഷൻ അവർക്ക് മനസ്സിലാവണമെങ്കിൽ നീ അത്രയും ചെയ്തേ പറ്റൂ. പാഷനൊക്കെ ഉണ്ട്. ഇത്രയും റിസ്ക് എടുത്ത് ഈ ജോലി ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക്. വളരെ റിച്ചായ പാരന്റ്സും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഏട്ടനും എനിക്ക്. പിന്നെന്താ, എച്ചി എന്നും എച്ചി തന്നെ. ദരിദ്രവാസി എന്നും ദരിദ്രവാസി. ഓ എന്റെ റോയ്ച്ച, സത്യത്തിൽ അയാൾ ഒരു സംഭവം തന്നെയാ. എന്താ അയാളുടെ പേര്? പേര് ഞാൻ മറന്നുപോയി ആ സന്തോഷത്തില്. ആ കിട്ടി, ജലദാസൻ. ജനദാസോ? അല്ല, ജയദാസൻ. ഓ, അയാൾ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഓ, അതൊക്കെ ഓർത്തിട്ട് തന്നെ എനിക്ക് അയാളോട് ബഹുമാനം തോന്നിപ്പോയി. എടാ, ഈ കൊച്ചിയിൽ ഒരുപാട് തട്ടിപ്പായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. റോയ്ച്ച, എന്ത് പറഞ്ഞല്ലോ റോയ്ച്ചൻ വിശ്വസിക്കുക? അങ്ങനെയാണെങ്കിൽ അയാൾ ലാസ്റ്റ് പൈസ വാങ്ങില്ലേ? ആ, പൈസ കൂടി ചോദിക്കായിരുന്നപ്പോ നിന്റെ വിശ്വാസം ഇരട്ടിച്ചല്ലേ? ആ, ഇതൊരു ബിസിനസ് ട്രിക്കാ. ആയിരിക്കാം. പക്ഷെ അയാൾ പറയല്ലേ, എൻ്റെ ലൈഫിൽ ഒരു പെണ്ണ് വന്നാ ഞാൻ രക്ഷപ്പെടുന്നു. അവൾ എൻ്റെ അടുത്ത് വന്നാ ഒന്നുമില്ലെങ്കിൽ മറ്റൊരു വഴി കൂടെ നല്ലത് മാത്രം സംഭവിക്കുന്നു. ഇതൊക്കെ ആ പെണ്ണിനെ മനസ്സിലാക്കാനുള്ള സിഗ്നൽ. അയാൾ ആസ്ട്രോളജറോ അതോ മാരേജ് ബ്രോക്കറോ? റോയ്ച്ചൻ ഇങ്ങനെ അയാളെ കളിയാക്കരുത് കേട്ടോ. റോയ്ച്ചനെ പറ്റി എന്തൊക്കെ അയാൾ പറഞ്ഞെന്നറിയോ? ഉത്തരവാദിത്ത ബോധവും സൽസ്വഭാവിയും സുന്ദരനുമായ ഒരാളുടെ കൂടെ ഞാനിപ്പോ താമസിക്കുന്നതെന്ന്, എന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന്. ഛേ, ഞാൻ ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞു. ആ പരമാത്മാവ് ഇപ്പൊ എവിടെ ഉണ്ട്? പുണ്യയാത്രയിലും അല്ലോ. പുള്ളി ഇപ്പൊ കടവന്ത്രയിലോ വൈറ്റിലോ മറ്റോ കാണും. കടവന്ത്രയിലും വൈറ്റിലോ? സാധാരണ ഇതുപോലത്തെ ആളുകളെ കാശിയിലും രാമേശ്വരത്തല്ലേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ആ പരമാത്മാക്കളെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഈ അവസരം പാഴാക്കാതെ നമുക്ക് പോവാ റോയ്ച്ച. ആ സമയക്ക് ഫോൺ ഉണ്ടോ? സാമിന്നൊന്നും വിളിക്കരുത്. പിന്നെന്താ വിളിക്കണ്ടേ? അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഫോണും പേഴ്സൊന്നും കൊണ്ട് നടക്കുന്ന ശീലല്ല. തനി സന്യാസിയാ. നമ്മുടെ കയ്യിൽ നിന്ന് കാശൊന്നും വാങ്ങിക്കില്ല. 10 പൈസ വരുമാനമില്ല. പിന്നെ എങ്ങനെ ജീവിക്കും? ഏതായാലും നമുക്കറിയാത്ത കാര്യം ചോദിക്കാനല്ലേ നമ്മളിപ്പോ പോകുന്നത്. നമ്മുടെ കാര്യം ചോദിക്കുന്നതിന്റെ കൂടെ അതും ചോദിക്കാം. ശരി, ഏതായാലും സമയമുള്ള പോലെ ഒരു സംഭവം. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ. ഇതാ റോയ്ച്ചന്റെ കുഴപ്പം. എല്ലാ കാര്യത്തിനും സമയമുണ്ട്, പക്ഷെ ആവശ്യമുള്ള കാര്യത്തിന് മാത്രം റോയ്ച്ചന് സമയമില്ല.
പാറുവിന്റെ മെസ്സേജ് ആണല്ലോ. നിങ്ങൾ എല്ലാവരെയും എനിക്കിവിടെ മിസ് ചെയ്യുന്നു, പ്രത്യേകിച്ച് നിന്നെ. ഇനി ഇവള് തന്നെയാണോ എന്റെ പെണ്ണ്? എന്തായാലും നോക്കാം. ഓ, ഈ തിരുമണ്ടൻ എന്നാണോ ബുദ്ധി വയ്ക്കാൻ പോകുന്നത്? എങ്ങനെയുണ്ടായിരുന്നു സ്ട്രീറ്റ് ലൈഫിന്റെ പുറകെയുള്ള നിങ്ങളുടെ യാത്രയിലുണ്ടായ എക്സ്പീരിയൻസ്? ഇറ്റ് വാസ് ഗുഡ് മാം. ടോണിക്കോ? ആ കുഴപ്പമില്ലായിരുന്നു. എന്താ തനിക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ? ഒന്നുമില്ല മാം. പക്ഷെ തന്റെ മുഖം അത് വിളിച്ചു പറയുന്നുണ്ടല്ലോ ടോണി. എന്തായാലും ടോണിക്കൊരു ടെൻഷൻ? അത് പിന്നെ മാം, ടോണിക്ക് ഫോട്ടോഗ്രാഫിയിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അതുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. വാട്ട്? ഒരു ഫോട്ടോയോ? ടോണി ഇതെന്ത് തമാശയാണോ? വെറും ഒരു ഫോട്ടോ മാത്രം എടുത്ത് തന്റെ ചീഫിന് കൊടുക്കാൻ ഏത് ഫോട്ടോഗ്രാഫറാ ധൈര്യപ്പെടുക? അത് മാം കവർ പേജ് ഒരെണ്ണമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഒരു ഫോട്ടോ എടുത്തത്. അത് കവർ പേജ് ആകുന്ന താനങ്ങ് കരുതിയല്ലേ? ഒരു കവർ പേജിന് ഒരു ഫോട്ടോ എടുത്തോണ്ട് വരികയാണോ വേണ്ടത്? മോശമായി പോയി ടോണി, സീരിയസ്ലി വളരെ മോശം. ഇനി എടുത്തോണ്ട് വന്നത് ക്യാമറയിൽ പതിഞ്ഞു കാണോ എന്തോ. ടോണിയുടെ നോക്കി സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. മാം, ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, മാമിന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. വാവ്, നൈസ്, കൊള്ളാം. എനിവേ ഗുഡ് അനു. താങ്ക് യു മാം. ഇതിൽ നല്ലൊരെണ്ണം ഞാൻ ടൈം എടുത്ത് സെലക്ട് ചെയ്തോളാം. താൻ കണ്ടോ, ഇതാണ് പ്രൊസീജിയർ. ഇങ്ങനെ ഓപ്ഷൻസ് വേണം. ഇഡിയറ്റ്, ഒന്ന് മാത്രം എടുത്തോണ്ട് വന്നിരിക്കുന്നു. ഇത് കയ്യിലിരിക്കട്ടെ, ആദ്യം ഫോട്ടോസ് എടുത്ത് പഠിക്കേ. ടോണിക്ക് പോകാം. പ്ലീസ് മാം, ഇത്തവണ ടോണിയോടൊന്ന് ക്ഷമിക്കണം, അറിയാഞ്ഞിട്ടല്ലേ. ഒരെണ്ണേ ഉള്ളൂവെങ്കിലും ഒന്ന് നോക്കാതെ വിടുന്നത് പ്രൊഫഷണലിസം ആണല്ലേ മാം? അതിങ്ങിതാ, ഇതെങ്ങാനും കണ്ട് ഇന്നെന്റെ മൂഡ് പോയാൽ യു വിൽ സഫർ ഫോർ ഇറ്റ്. അല്ല മാം, അത് പിന്നെ അതിങ്ങി തരാൻ. മാം അത് ടോണി അതിങ്ങിതാ. ഇത് ഞാൻ നോട്ടീസ് ബോർഡിൽ ഇടും. ഫോട്ടോ എങ്ങനെ എടുക്കാൻ പാടില്ല എന്നത് ന്യൂ ജനറേഷൻ ഒരു റെഫറൻസ് ആയിക്കോട്ടെ. പണി പാളി. എന്ത് ഫോട്ടോ നീ എടുത്തേ? മാം ഫോട്ടോഗ്രാഫി വല്ല റിസ്ക് ഇല്ലാത്ത പണിയായിട്ട് വന്നതാ, അല്ലാണ്ട് പാഷനൊന്നും അല്ല. മൊബൈലിൽ പോലും ഞാൻ ഇനി ഒരു ഫോട്ടോ എടുക്കില്ല. ടോണി മൈ ബോയ്, എന്തിനാണ് അധികം എടുക്കുന്നത്? ഈ ഒരു ഒറ്റ ഫോട്ടോ മതിയല്ലോ. എക്സലന്റ്, അല്ല ബ്രില്യൻ. ഹലോ സുരേഷ്, നമ്മുടെ സ്റ്റാഫിനെ മുഴുവൻ വിളിക്കേ. നമ്മുടെ പുതിയ ട്രെയിനി ഒരു ഫോട്ടോ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇറ്റ്സ് റിയലി അമേസിംഗ്. പെട്ടെന്ന് വാ. ലുക്കനു, ഈ ഫോട്ടോ അല്ലാതെ മറ്റേത് ഫോട്ടോയാ ഞാൻ കവർ പേജിന് കൊടുക്ക? നീ ഒരു അസറ്റാണിടാ. ഇവരിങ്ങനെ കരയാനും മാത്രം എന്ത് പണ്ടാലും അതിലുള്ളത്. സത്യം പറയല്ലോ ടോണി, നീ എന്തിനാ എനിക്ക് ട്രീറ്റ് തരണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഡാ, നീ കൃത്യമായിട്ട് ആ സമയത്ത് ബൾബ് ഊരിക്കൊണ്ട് വരാനും ഞാൻ തന്നെ അത് കടയിൽ കൊടുക്കാൻ വേണ്ടി പോകാനും അവിടെ വെച്ച് ആ ദിവ്യമായ ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള റീസൺ നീ ആയതുകൊണ്ടാണ് നിനക്ക് ഈ ചെലവ്. കുടി. ഞാൻ ഒരു ബൾബ് മാറ്റിയപ്പോ ഈ ചെലവോ? അപ്പൊ ഞാൻ ഒരു മിഷനാ മാറ്റിയെങ്കിലോ? എന്തായാണ്? എന്താവാൻ, നീ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. എന്ത് ടേസ്റ്റ് ആയതിന്? മരണം വരെ ഇത് 3 നേരം കൃത്യമായിട്ട് തരണേ. എന്നോടാണോ? അല്ല, പരമേശ്വരനോട്. ഏത് പരമേശ്വരൻ? സാക്ഷാൽ പരമശിവനോട്. ഇടയ്ക്കിടയ്ക്ക് ഈ ബൾബൊക്കെ ഒന്ന് മാറണം. അതെന്തിനാ? കംപ്ലൈന്റ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ബൾബിലാങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ എന്റെ എല്ല് ഞാനൂരും. അയ്യോ വേണ്ട. തേങ്ങാമോറിന്റെ മുഖം വച്ചോണ്ടിരിക്കണ ഇരിപ്പ് കണ്ടല്ലേ? ഇന്ന് ബൾബ് ഊരിയതിന് ബിരിയാണി വന്നു, നാളെ ഊരുമെന്ന് പറഞ്ഞപ്പോൾ എല്ല് ഊരുമെന്ന്. മണ്ടൻ തന്നെയാ, തനി മണ്ടൻ. അല്ല, നീ എന്താ ആലോചിക്കുന്നത്? അല്ല, ബൾബ് അല്ലെങ്കിൽ പിന്നെ എന്ത് മാറ്റിയാലാ വേറെ ബിരിയാണി കിട്ടുകയെന്ന് ആലോചിക്കുകയായിരുന്നു. ബിരിയാണിയാ? ഇങ്ങൊന്നേ. അയ്യേ, എന്നെ കൊണ്ടൊക്കെ പറ്റൂല. ബിരിയാണി വേണമെങ്കിൽ മതി. അയ്യേ, കഴിക്കും കഴിക്കും കഴിച്ചു കഴിക്കും.